അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാം ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രാധാന്യമേറിയ മാസമാണ് ദുൽഹിജ്ജ മാസം. വിശിഷ്യ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ അത് വളരെ മഹത്വമേറിയ ദിനരാത്രങ്ങളാണ്. ഒന്നാമതായി, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പഴയകാലം മുതൽ തന്നെ യുദ്ധം ഹറാമായ അർബഅത്തുൻ ഹുറും, യുദ്ധം ഹറാമായ 4 പവിത്രമായ മാസങ്ങളുണ്ട്. ആ മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള പൂർവികരാകുന്ന ആളുകളും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവിശ്വാസികളാകുന്ന ആളുകൾ വരെ ഈ 4 മാസത്തിന് വലിയ പവിത്രത കൽപ്പിച്ചിരുന്നു. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ലോകത്ത് തുല്യതയില്ലാത്ത 10 ദിവസങ്ങളായിട്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാം, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ദുൽഹിജ്ജ 10 ദിവസങ്ങൾ, അതിലാണ് ദിവസങ്ങളുടെ കൂട്ടത്തിൽ അമലുകൾ, കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും പവിത്രമായ ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ് 1 മുതൽ 10 വരെയുള്ള രാവിനും മഹത്വമുണ്ട്, അതിന്റെ പകലിനും മഹത്വമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും മഹത്വമുള്ള ഈ 10 ദിവസങ്ങളെ സത്യം ചെയ്തുകൊണ്ട് ഒരു സൂറത്ത് തുടങ്ങുന്നുണ്ട്. സൂറത്തുൽ ഫജ്ർ, വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം, സൂറത്തുൽ ഫജ്ർ എന്ന് പറയുന്ന അധ്യായത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു തആല പറയുന്നു, വൽ ഫജ്രി, പ്രഭാതം തന്നെയാണ് സത്യം. അഥവാ ദുൽഹിജ്ജ് ആദ്യത്തെ പ്രഭാതം തന്നെയാണ് സത്യം. ദുൽഹിജ്ജ് മാസത്തിന്റെ ആദ്യത്തെ ഫജ്ർ സുബഹി, ആ പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, ദുൽഹിജ്ജ് 10 രാവുകൾ തന്നെയാണ് സത്യം. വശഫഇ, ഇരട്ട തന്നെയാണ് സത്യം. വൽ വത്രി, ഒറ്റ തന്നെയാണ് സത്യം. അതിനൊക്കെ ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. അവിടെ ഷഫ് എന്ന് പറഞ്ഞാൽ അത് യൗമുൻ നഹർ, ബലിപെരുന്നാൾ, ദുൽഹജ്ജ് 10 എന്ന് പറഞ്ഞ പണ്ഡിത ലോകമുണ്ട്. ആ ദുൽഹജ്ജ് 10 പെരുന്നാൾ ദിവസം തന്നെയാണ് സത്യം. അതുപോലെ തന്നെ വൽ വത്ർ അഥവാ യൗമു അറഫ, അറഫ ദിവസം തന്നെയാണ് സത്യം. ഇതിനുശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട പല കാര്യങ്ങളെ സത്യം ചെയ്ത് പറയുന്നു. ഒന്ന്, ദുൽഹജ്ജ് ആദ്യത്തെ പ്രഭാതത്തെ വിളിച്ച് സത്യം ചെയ്യുന്നു. മറ്റൊന്ന്, ദുൽഹജ്ജ് 10 രാവുകളെ സത്യം ചെയ്യുന്നു. അതുപോലെ 10 ദിവസങ്ങളെ സത്യം ചെയ്യുന്നു. അതേപോലെ പെരുന്നാൾ ദിവസത്തെ വിളിച്ച് സത്യം ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ അറഫ, ദുൽഹജ്ജ് 9, ആ ദിവസത്തെയും സത്യം ചെയ്ത് പറയുന്നു. ഈ 10 ദിവസങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരേ സമയം ഹജ്ജ്, നോമ്പ്, സ്വതക്ക എല്ലാം ആ ദിവസങ്ങളിൽ വരികയാണ്. ഈ ദുൽഹജ്ജ് 1 മുതൽ 10 ദിവസങ്ങളിൽ അതിൽ ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ ഒരു കർമ്മം, അതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ ഹജ്ജ് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങളൊക്കെ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഒരു വിശ്വാസിയുടെ ദീനിന്റെ പൂർത്തീകരണമാകുന്ന ഹജ്ജ്, ആ ഹജ്ജ് പ്രധാനമായ അതിന്റെ കർമ്മങ്ങളൊക്കെ അടങ്ങുന്നത് ഈ 10 ദിവസങ്ങളിലാണ്. അതേപോലെ തന്നെ ആ ദിവസത്തിൽ പരിശുദ്ധമായ നോമ്പ്, ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കൽ നമുക്കൊക്കെ സുന്നത്തുണ്ട്. പ്രത്യേകിച്ച് ദുൽഹജ്ജ് 9 അറഫന്റെ അന്ന് നോമ്പ് നോൽക്കൽ പ്രത്യേകം മഹത്വമുള്ളതാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് പറയാം അറഫനെ കുറിച്ച്. അപ്പൊ ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കൽ സുന്നത്തുള്ള ദിവസങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവിടുത്തെ പത്നിമാർ പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അദിൽ ഹിജ്ജ, ദുൽഹജ്ജ് 9 ദിവസവും പല ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു. അപ്പൊ നോമ്പെടുക്കാൻ പറ്റിയ വലിയൊരു മഹത്വമുള്ള ഒരു ദിവസമാണ് ഈ 9 ദിവസങ്ങൾ. പിന്നെ ദുൽഹജ്ജ് 10 അന്ന് പിന്നെ പെരുന്നാളായതുകൊണ്ട് അന്ന് നോമ്പെടുക്കൽ ഹറാമുമാണ്. പിന്നെ അയ്യാമുത്ത ശരീഖ് എന്ന് പറയുന്ന 4 ദിവസമുണ്ട്. ആ ദിവസങ്ങളിലും നോമ്പെടുക്കാൻ പാടില്ല, അതും ഹറാമ് തന്നെയാണ്.
ചുരുക്കത്തിൽ ദുൽഹജ്ജ് 10 ദിവസങ്ങൾ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നടക്കുന്നു. ഇഹ്റാം ചെയ്യുന്നത് ആ 10 ദിവസങ്ങളിലായിട്ട് ഒരു ദിവസമാണ്. യൗമുത് തർവിയത്ത് എന്ന് പറയുന്ന ദുൽഹജ്ജ് 8 വളരെ മഹത്വമാണ്. അതുപോലെ ദുൽഹജ്ജ് 9 അറഫ, അത് വലിയ മഹത്വമുള്ളതാണ്. അറഫ കഴിഞ്ഞ് മുസ്ദലിഫയിൽ രാപ്പാറക്കുന്നത് അതിൽ ഒതുങ്ങുന്നതാണ്. അതുപോലെ ജംറകളിലേക്ക് ആദ്യമായിട്ട് കല്ലെറിയുന്നത് പെരുന്നാളിന്റെ ദിവസമാണ്. ഇങ്ങനെ എല്ലാ മഹത്വങ്ങളും അടങ്ങുന്ന വലിയ പ്രധാനപ്പെട്ട 10 ദിവസങ്ങൾ. ഈ ദിവസങ്ങൾ സ്വതക്കക്കും വലിയ മഹത്വമുണ്ട്. അന്ന് ഈ ദിവസങ്ങളിലൊക്കെ ധാരാളം സ്വതക്ക ചെയ്യൽ വലിയ പുണ്യമാണ്. ഹറമിലും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഈ ദിവസങ്ങളിൽ ദുൽഹജ്ജ് 10ന്റെ അന്ന്, അതുപോലെ അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് ഉളുഹിയ്യത്ത് അറുക്കുന്നത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ദുൽഹജ്ജ് 10ന്റെ അന്ന്, പെരുന്നാളിന്റെ അന്നുള്ള ഉളുഹിയ്യത്ത് അറുക്കൽ നമ്മൾ സാധാരണ ചെയ്യാറ് 10നും 11നും 12നും 13നും ഒക്കെ. 4ാം പെരുന്നാൾ അസർ വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ദുൽഹജ്ജ് 10ന്റെ അന്ന്, പെരുന്നാളിന്റെ അന്നാണ് അത് ചെയ്യൽ ഏറ്റവും പുണ്യമുള്ളത്. അപ്പൊ ഈ ഉളുഹിയ്യത്ത് അറുക്കാൻ കരുതിയ ആളുകളൊക്കെ പ്രധാനം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ദുൽഹജ്ജ് 1 മുതൽ ഈ ബലിമൃഗത്തെ അറുക്കുന്നത് വരെ അവരുടെ ശരീരത്തിൽ നിന്നുള്ള രോമങ്ങൾ ഒന്നും നീക്കാൻ പാടില്ല. നഖം, രോമം ഒന്നും നീക്കാൻ പാടില്ല. അതാർക്കാണ് അത് നീക്കാൻ പാടില്ലാത്തത്? ഈ ഷെയർ ചേർന്ന വ്യക്തിക്ക്. അപ്പൊ ഒരു വീട്ടിലൊരു പിതാവാണ് ഷെയർ ചേർന്നെങ്കിൽ ആ വ്യക്തിക്കാണ് ആ ബാധ്യത ഉള്ളൂ, അത് നീക്കാൻ പാടില്ലാത്തതുള്ളൂ. അപ്പൊ അയാള് നഖം, മുടിയൊന്നും നീക്കം ചെയ്യാൻ പാടില്ല, പല്ലെടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് അതിന്റെ മസ്അലകൾ. ദുൽഹജ്ജ് 1 മുതൽ ഈ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ബലിമൃഗം മറുക്കുന്ന ആ സമയം വരെ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഇദാ ദഖലത്തിൽ അശ്റു, 10 ദിവസങ്ങളായാൽ, ആ ദുൽഹജ്ജ് 10 ദിവസങ്ങൾ അതിനിലേക്ക് പ്രവേശിച്ചു വന്നാൽ, ദുൽഹജ്ജ് തുടങ്ങിക്കഴിഞ്ഞാൽ, വ അറാദ അഹദുക്കും അയുലഹിയ, ഉളുഹിയ്യത്ത് അറുക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫലാ യമസ്സ മിൻ ശഅരിഹി വ ബശരിഹി ശൈആ, അവന്റെ ശരീരത്തിൽ നിന്ന് രോമങ്ങളോ നഖങ്ങളോ ഒന്നും അവൻ നീക്കാൻ പാടില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ ഷെയർ ചേർന്ന ആളുകളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ആ വീട്ടിലുള്ള മറ്റുള്ളവർക്കൊന്നും അത് പ്രശ്നമില്ല. ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക. അതൊരു മൃഗത്തെ അറുക്കുന്നവരാവട്ടെ, ഒരു ഷെയർ ചേർന്നവരാവട്ടെ, ഒരു ഷെയർ ഒരു മൃഗത്തിന്റെ സ്ഥാനത്താണല്ലോ. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അർഹതപ്പെട്ടവർ ഉളുഹിയ്യത്ത് നിർവഹിക്കാൻ തയ്യാറെടുക്കുക. മൃഗം അറുക്കാൻ കഴിയുന്നവർ ഒരു മൃഗമാണ് അറുക്കേണ്ടത്. സാധാരണ ഇപ്പൊ എല്ലാവരും ഷെയർമ കൂടുകയാണ്. ശരിക്കൊരു മൃഗം അറുക്കാൻ കഴിയുന്ന ആൾ ആ ഒരു മൃഗത്തെ തന്നെ അറുക്കണം. ഒരു മൃഗം അറുക്കാൻ കഴിയാത്തവൻ ഒരു ഷെയറെങ്കിലും കൂടണം. ഏറ്റവും ചുരുങ്ങിയൊരു ഷെയറെങ്കിലും ചേരുക. ഒരു മൃഗം കഴിയുന്നവർ അത് അറുക്കുക. വിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും ചെറിയ അധ്യായം, 114 അധ്യായത്തിൽ ഏറ്റവും ചെറിയ അധ്യായമാണ് കൗസർ എന്ന് പറയുന്ന അധ്യായം. അതിൽ അല്ലാഹു പറയുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇവിടെ വിശുദ്ധമായ ഖുർആനിൽ 3 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. അതിൽ ഒന്നാമത്തെ വചനം ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയേ അങ്ങേക്ക് വലിയ അനുഗ്രഹമാകുന്ന കൗസർ തന്നില്ലയോ? കൗസർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല സംവിധാനിച്ച ഒരു പ്രത്യേകമായ തടാകമാണ് കൗസർ എന്ന് പറയുന്ന തടാകം. അത് അല്ലാഹു തആല സ്വർഗത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു തടാകമാണ്. അത് നബിക്ക് മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ. നേരെ മറിച്ച് ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ഒരു തടാകമുണ്ട്. അതെവിടെയാണ്? അത് മഹ്ശറയിൽ മുഅ്മിനീങ്ങൾ ഇങ്ങനെ വല്ലാതെ ദാഹിക്കുന്ന സമയത്ത് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു തടാകമുണ്ട്. അതാണ് ഹൗദുൽ കൗസർ എന്ന് പറയുന്നത്. ഈ ഹൗദുകൾ മഹ്ശറയിൽ എല്ലാ പ്രവാചകന്മാർക്കും വ്യത്യസ്തങ്ങളാകുന്ന ഹൗദുകളുണ്ട് എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദിന്റെ ഭാഗത്തായിരിക്കും ഏറ്റവും തിരക്ക് കൂടുതൽ ഉണ്ടാവുക. കാരണം ഏറ്റവും ഉമ്മത്ത് കൂടുതൽ ആരാണ്? ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. 120 സഫ് ആളുകളാണ് സ്വർഗത്തിലേക്ക് ഉണ്ടാവുക. ആ 120-ൽ 80 സഫും അത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായിരിക്കും. അള്ളാഹു നമ്മെ ആ ഉമ്മത്തിൽ ചേർക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഹ്ശറയിൽ എല്ലാവരും ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ദാഹിച്ച് പ്രയാസപ്പെടുന്ന സമയത്ത്
വിശ്വാസികൾക്ക് മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് കുടിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു തടാകമുണ്ട്. അതിന്റെ പേരാണ് ഹൗദുൽ കൗസർ. ഈ ഹൗദുൽ കൗസറിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് സ്വർഗീയമായ കൗസർ എന്ന് പറയുന്ന ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ നിന്നാണ് ഈ മഹ്ശറയിലുള്ള ആ തടാകത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് എന്ന് മഹാന്മാരാകുന്ന പണ്ഡിത ലോകം പഠിപ്പിക്കുന്നതായിട്ട് കാണാം. അപ്പോ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാലുള്ള കൗസർ, ആ കൗസറിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയെ, ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ അങ്ങേക്ക് തന്നത്? കൗസർ എന്ന് പറയുന്ന ഒരു വലിയ ജലാശയം അങ്ങേക്ക് അല്ലാഹു സംവിധാനിച്ചില്ലേ? അതിന്റെ വസ്ഫുകളും പ്രത്യേകതകളൊക്കെ ധാരാളം തഫ്സീറുകളിൽ കാണാം. മറ്റൊരു വിശദീകരണത്തിൽ കാണാം, അൽ കൗസർ അൽ ഖൈറുൽ കസീർ. ധാരാളം അനുഗ്രഹങ്ങൾ തന്നില്ലയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്? അല്ലാഹു തആല വലിയ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നബിയെ, ഫസ്വല്ലി, അങ്ങ് പെരുന്നാൾ നിസ്കരിക്കുക. വൻഹർ, അതിനുശേഷം ബലിമൃഗത്തെ അറുക്കുക. ഈ നിഅമത്തിന് ശുക്റായിട്ട് അത് ചെയ്യണമെന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു നിർദ്ദേശിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പെരുന്നാൾ ദിവസം ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും പുണ്യകരമായ കർമ്മം ഏതാണ്? മാ അമില ഇബ്നു ആദം യൗമൻ നഹരി അമലൻ അഹബ്ബ ഇലല്ലാഹ് അസ്സ വജല്ല മിൻ ഇറാഖത്തി ദമിൻ. ബലിമൃഗത്തെ അറുക്കുക എന്നുള്ളതാണ് പെരുന്നാളിന്റെ അന്ന് ചെയ്യുന്ന ഏറ്റവും പുണ്യമായ ഒരു കർമ്മം. ആ പള്ളിയിലൊക്കെ നേരത്തെ വന്ന് നിസ്കാരമൊക്കെ നിർവഹിച്ച് അവിടുത്തെ സിയാറയും കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബലിമൃഗത്തെ അറുക്കുക. അത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. കാരണം നാളെ പാരത്രികമായ ലോകത്ത് ഈ മൃഗം വരികയാണ്. ഒരു മൃഗത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഷെയർ ഒരു മൃഗത്തിന്റെ സ്ഥാനത്താണ്. ആ മൃഗവും വരികയാണ്. രോമങ്ങളോടുകൂടെ, കുളമ്പുകളോടുകൂടെ, കൊമ്പുകളോടുകൂടെ വരികയാണ്. നാളെ പാരത്രിക ലോകത്ത് വലിയ സ്വീകരണമാണ് ഉളുഹിയത്തറുത്തവർക്ക് കിട്ടുന്നത്. ഭൂമിയിലേക്ക് മൃഗത്തിന്റെ രക്തം ചിന്തുന്നതിന്റെ മുമ്പ് തന്നെ, ഉറ്റി വീഴുന്നതിന്റെ മുമ്പ് തന്നെ ഇതിന്റെ പ്രതിഫലം അവൻക്ക് സ്ഥിരപ്പെടുമെന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം പറയുന്നു, ഫത്വീബു ബിഹാ നഫ്സ. അതുകൊണ്ട് നിങ്ങൾ ഉളുഹിയത്തറുത്ത് മനസ്സംതൃപ്തരാവൂ, അത് നിങ്ങൾ ചെയ്യൂ എന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അദ്ലിമൂ ലഹായാകും ഫഇന്നഹാ അല സിറാത്തി മത്വായാകും. നിങ്ങൾ ബലിമൃഗങ്ങളെ ആദരിക്കണം, വലിയ ബഹുമാനം അതിന് കൊടുക്കണം. അത് സാധാരണയുള്ളൊരു മൃഗമല്ല. കാരണം അത് നിങ്ങൾക്ക് സിറാത്ത് പാലത്തിലൂടെ വിട്ടുകടക്കാനുള്ള മൃഗമാണ് എന്നൊക്കെ ഹദീസിൽ കാണാം. അതുകൊണ്ട് കഴിവുള്ളവർ അള്ളാഹു തന്ന സമ്പത്തിൽ നിന്ന് അതിനെ കഴിയുന്ന ചെറിയൊരു ഭാഗം ഈ ഉളുഹിയ്യക്ക് വേണ്ടി മാറ്റിവെച്ച് അത് പാവങ്ങൾക്ക് അത് സദഖ ചെയ്യാനുള്ളൊരു മാർഗമുണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് വർദ്ധിപ്പിക്കുകയാണ്. എല്ലാ ബലാ മുസീബത്തുകൾക്ക് നമുക്ക് കാവലാവുകയാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അതുപോലെ ദുൽഹിജ്ജ 1 മുതൽ ഈ 10 വരെ ബലിമൃഗങ്ങൾ എവിടെ വെച്ച് കണ്ടാലും അതിന്റെ ശബ്ദം കേട്ടാലൊക്കെ തക്ബീറു ചൊല്ലല് പ്രത്യേകമായിട്ട് സുന്നത്തുണ്ട് എന്നുകൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ജല്ല വഅല നാം പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.